വൺ തോട്ട് ഫോർ ദി ഡേ. ഇന്നത്തെ തോട്ട്. ഞാൻ ഡോക്ടർ സിനി മോഹൻ. ഇന്നത്തെ തോട്ട് മഞ്ഞുകാലത്തുണ്ടാവുന്ന വേദനകളെക്കുറിച്ചാണ്. ഈ കാലത്ത് കാറ്റും മഞ്ഞും ഒക്കെ ഉണ്ടാവുന്ന ഈ കാലത്ത് വിൻ്റർ സീസണിൽ ഈ വേദനകൾ, അതായത് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പൊതുവേ കൂടുതലായിട്ടാണ് കാണുന്നത്. മുട്ടുവേദനയാവാം, കൈവേദനയാവാം, കാലുവേദനയാവും, കുറ്റിവേദനയാവും, തണ്ടൽ വേദനയാവും. എല്ലാ വേദനകളും ഒന്ന് ഇളകണ സമയമാണ്, തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുളിക്കുന്ന വെള്ളം എല്ലാം ചൂടുവെള്ളമാക്കാൻ നോക്കുക. എന്തെങ്കിലും അങ്ങനത്തെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ ഉള്ളവർ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. പ്രോട്ടീൻസ് കൂടുതൽ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. അതായത് ചെറുപയർ ഈ മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള കാലത്ത് ഏറ്റവും നല്ല ഒരു സാധനമാണ്. നമ്മുടെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. പയറ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, ഈ കടല അങ്ങനത്തെ ഇതും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഈ വാദസംബന്ധമായിട്ടുള്ളവർക്ക് മുതിരയാണ്. മുതിര കറി വെച്ചോ ഉപ്പേരിയായിട്ടോ എങ്ങനെയായാലും കഴിക്കാം. പിന്നെ ഇലക്കറികൾ കൂടുതൽ കഴിക്കുക. സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. ഏത് ഫ്രൂട്ടാണ്, ഇപ്പം ഓറഞ്ചും ഇതൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ സീസണിൽ അത് ആ കാലാവസ്ഥയുടെ ഇതിനനുസരിച്ച് വരുന്ന അസുഖങ്ങളെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി സീസണൽ ഫ്രൂട്ട്സിനുണ്ടാവും. അതുകൊണ്ടാണ് സീസണൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൈര് അധികം കഴിക്കരുത് ഈ കാലത്ത്. അതിനേക്കാളും മോരായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. തൈരിൽ വെണ്ണ മാറ്റിയിട്ട് വേണം മോരായിട്ട് കഴിക്കാൻ. അല്ലാണ്ട് തൈരിൽ വെറുതെ വെള്ളം ഒഴിച്ചാൽ മോരാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നത് കൃത്യമായിട്ട് കുടിക്കുക. ചൂടുള്ള വെള്ളം കുടിക്കാൻ നോക്കുക. ഭക്ഷണം ചൂടുള്ളത് തന്നെ കഴിക്കാൻ നോക്കുക. ഈ തൈലം തേച്ചിട്ടൊക്കെ ഈ കാലാവസ്ഥയിൽ തൈലം തേച്ചിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ആ ഡ്രൈനെസ്സും സ്റ്റിഫ്നെസ്സും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തൈലം നിങ്ങളുടെ ആയുർവേദ ഡോക്ടറിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള തൈലം ചോദിച്ച് വാങ്ങിയിട്ട് അതിനനുസരിച്ച് തേച്ച് കുളിക്കാം. ജീരക വെള്ളവും മല്ലി വെള്ളവും ഇതൊക്കെ നല്ലതാണ് ഈ കാലാവസ്ഥയിൽ കുടിക്കാൻ വേണ്ടിയിട്ട്. തുളസിയുടെ ആ രീതിയിലും നമുക്ക് കരുതാൻ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും നമ്മുടെ അസുഖത്തിനെ നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആയുർവേദ ഡോക്ടറിനെ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ രീതികൾ മാറ്റി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ഇതിനനുസരിച്ചുള്ള രീതി ഫോളോ ചെയ്ത് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്.